പ്രാക്ടിക്കലി നമുക്കിപ്പോൾ സ്റ്റുഡൻസിന് നീന്തൽ പഠിപ്പിക്കണം. നീന്തൽ പഠിപ്പിക്കാൻ നമുക്ക് ഈ അക്കാദമിക്ക് മാത്രമായിട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് എടുക്കുകയാണ്. എന്താ കുട്ടികളെ, നമുക്ക് കൈയും കാലും ഇട്ട് തുഴഞ്ഞാൽ നമുക്ക് വെള്ളത്തിലൂടെ നീന്താം. ഇത് നമ്മുടെ കായിക വിദ്യാഭ്യാസത്തിൽ നിന്നും സ്പോർട്സ് വേറൊരു ഇതായിട്ടും അതുപോലെ നമ്മുടെ അക്കാദമിക് വേറൊരു ഇതായിട്ടും രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആക്കാനുള്ളൊരു ഇതാണ്. ഇതിൽ നമ്മളോട് ആരോടും കൂടി ആലോചിക്കാതെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കുറച്ചുപേരുടെ വ്യക്തി താല്പര്യം കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് നഷ്ടമാകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം നമുക്ക് ഒഫീഷ്യേറ്റിംഗ്, അതുപോലെ നമുക്ക് ഏതൊരു പരിപാടി ഓർഗനൈസിങ് പാർട്ട്, നമുക്ക് ഈ ഓൾ ഇന്ത്യ പോലുള്ള മത്സരങ്ങൾ ഓർഗനൈസേഷനിൽ നിന്നാണ് നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടുന്നത്. നമുക്ക് ഇത്തരം പാട്ടൊക്കെ നഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഒരു അല്ലേ, നാളെ നമ്മളെല്ലാവരും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അധ്യാപകരായിട്ട് കയറേണ്ടതാണ്. നാളെ പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കണം. സോ ഇതിനൊന്നും നമുക്കൊരു ചാൻസ് കിട്ടാതെ നമ്മൾ നേരിട്ട് ഈ അക്കാദമിക്ക് മാത്രമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒന്നുമില്ല, നമുക്ക് പ്രാക്ടിക്കലി കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രാക്ടിക്കലി നമുക്കിപ്പോൾ സ്റ്റുഡൻസിന് നീന്തൽ പഠിപ്പിക്കണം. നീന്തൽ പഠിപ്പിക്കാൻ നമുക്ക് ഈ അക്കാദമിക്ക് മാത്രമായിട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് എടുക്കുകയാണ്. എന്താ കുട്ടികളെ, നമുക്ക് കൈയും കാലും ഇട്ട് തുഴഞ്ഞാൽ നമുക്ക് വെള്ളത്തിലൂടെ നീന്താം. അങ്ങനെയല്ലല്ലോ, ഇത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചു കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ചില അറിവുകൾ പകരേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ഇവർ അക്കാദമിക്ക് മാത്രമായിട്ട് നമ്മുടെ ഈ വിഭാഗത്തെ ചുരുക്കുകയാണ്. സ്പോർട്സിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആക്കിയിട്ട് മാറാൻ പോവുകയാണെന്നാണ് ഇവിടെ ഉടമ്പടി വന്നത്. പക്ഷെ അതിനെതിരെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നമുക്ക് നഷ്ടമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. സോ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഈ ഒരു വ്യക്തി സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടുള്ള ഇത്തരം ഒരു തീരുമാനത്തെ ഞങ്ങൾ വളരെയധികം എതിർക്കുന്നു. എന്തൊക്കെയായാലും ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി കിട്ടുന്നവരെ ഞങ്ങൾ പിന്നോട്ട് പോകാൻ തയ്യാറല്ല. ഇതിപ്പോൾ 3-ാം ദിവസമാണ് നമ്മളോട് നിൽക്കുന്നത്. ഇവർ ഇപ്പോഴും പോസിറ്റീവായിട്ടൊരു കാര്യം നമ്മളോട് ചർച്ചയ്ക്ക് ഇതിനോട് റെഡി ആയിട്ടില്ല. ഇനിയും റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എല്ലാവർക്കും അറിയാം. കാരണം നമുക്കൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അറിയാവുന്നവർക്ക് ഇതൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം സ്പോർട്സ്, കായിക അധ്യാപനം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സ്പോർട്സിൽ അതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് രണ്ടാക്കി കാണണം. ഇപ്പം നമുക്ക് അക്കാദമിക്ക് മാത്രമായിട്ട് ചുരുങ്ങുകയാണ്. പ്രാക്ടിക്കൽ സെക്ഷൻ നമ്മളിൽ നിന്ന് ഒഴിവാവുകയാണ്. കാരണം നമുക്ക് ഗ്രൗണ്ടിലും അത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കിട്ടാതെ ഈ പ്രാക്ടിക്കൽ മാത്രമായിട്ട് തിയറിറ്റിക്കൽ മാത്രമായിട്ട് ചുരുങ്ങുമ്പോൾ അത് നമുക്ക് വളരെ വലിയൊരു ഇതാണ്. നാളെ കുട്ടികൾക്ക് നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാനോ ഇതിനുള്ള ആ ചാൻസും അല്ലെങ്കിൽ ആ നോളജ് നമുക്ക് നഷ്ടമാവുകയാണ്. കാരണം നമ്മൾ വരും തലമുറയ്ക്കാണെങ്കിൽ പോലും നാളെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നത്. എന്തൊക്കെയായാലും ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഒരു തുടർ നടപടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സമര പരിപാടികൾ ഇനി എങ്ങനെയായിരിക്കും? നമുക്ക് ഈ സർക്കുലറുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാരണം ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ഇത് പിൻവലിക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പുറകോട്ട് പോവില്ല. ഇനി അതിനെന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുണ്ടാവും.